എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മഴയും കൂടിയാണ്. മഴയത്ത് ഈ വീഡിയോ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള വാഹനം, എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റിയിൽ ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ക്വാളിറ്റി ആയിട്ടുള്ള വാഹനം. ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ അത്രയും നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഒന്ന് നിങ്ങൾ കണ്ടോ, അത്ര ക്വാളിറ്റി, എത്രമാത്രം വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ നോക്കി, എന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റും കൂടെ ചെയ്തോ. അത്ര ധൈര്യമായിട്ട് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഫോർച്യൂണറാണ് ഇത്. 18 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. 4x2 ഓട്ടോമാറ്റിക്കാണ്, സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ എന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഇതിൻ്റെ ലൈറ്റ്, അതായത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും, ഒരു ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ബോണറ്റ്, അതായത് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ മെഷീൻ വെച്ച് നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്താണ്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. എന്ന് വെച്ചാൽ മഴ പെയ്ത് നിങ്ങൾക്ക് കാണാം. എന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി ഉള്ള വാഹനം നമ്മളെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്ന. ഇത് 2018 വരുന്ന വാഹനമാണ്. ഇതിൻ്റെ ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ, ഒരു ആ ഷൈനിങ് തന്നെ, അതായത് ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി മേടിക്കുന്നത് അതേ ഷൈനിങ് തന്നെ നമുക്ക് കാണാൻ പറ്റും. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഇൻറ്റീരിയർ സൈഡ്, അതായത് ഡോറിൻ്റെ ഉൾവശമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി കീപ്പ് ചെയ്തേക്കുന്നത്, നല്ല ക്വാളിറ്റി തന്നെ. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഡോറിൽ ഇപ്പോൾ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ അഴിച്ച് കാണിക്കാം. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ ജെനുവിൻ ആയിട്ടുള്ള പാർട്ടിയാണ്, നമ്മൾ നേരിട്ട് കണ്ടതാണ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫാമിലിയിൽ യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. എന്ന് വെച്ചാൽ അയാൾക്ക് മാത്രം ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇനി പറയുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ എല്ലാ ഗ്ലാസും, അതായത് ഓരോ ഗ്ലാസും എടുത്ത് കാണിക്കാൻ പറ്റും. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡിക്കി ഗ്ലാസും അതേപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്ക് തന്നെ ഓപ്പണും നമുക്ക് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാൻ ബട്ടന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡാമേജസോ കാര്യങ്ങളോ ഏതൊരു സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള വണ്ടിയാണ്. എന്ന് വെച്ചാൽ റബ്ബർ കാര്യങ്ങൾ ഏതൊരു സൈഡിൽ, അടിവശം ആയിക്കോട്ടെ മോൾവശം ആയിക്കോട്ടെ, എല്ലാം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ഇനി ടോപ്പ് ഭാഗത്തേക്ക് വരുന്ന സമയത്തൊന്നും ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ചെറിയ പൊടിയോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഗ്രീസും മറ്റേ പൊടിയും കൂടെ മിക്സ് ആയിട്ട് ഇതിരിക്കുന്നതാണ്. അല്ലാതെ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ആ സ്റ്റിക്കർ പോലും അങ്ങനെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് വാണിങ്ങിന് എഴുതുന്ന സ്റ്റിക്കർ പോലും ഇതേ തന്നെയുണ്ട്. പിന്നെ നമ്മളെ ചില വണ്ടികൾക്ക് ഇത് ക്ലോസിങ്ങും ഓപ്പൺ ആക്കാൻ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കിയോ, ബമ്പർ കാര്യങ്ങൾ, അതായത് ബമ്പർ കാര്യങ്ങൾ പോലും അത്ര നീറ്റായി കീപ്പായിട്ട് വെച്ചേക്കുന്നതാണ്. ഈ സൈഡിലേക്ക് വരുമ്പം ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ടോപ്പ് വശം ആയിക്കോട്ടെ അടിവശം ആയിക്കോട്ടെ എല്ലാം ഒറിജിനലാണ്. ഓരോ ഗ്ലാസ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും, എല്ലാം ഇതാണ്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, വർക്കിംഗ് കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് സ്വിച്ചിൽ തന്നെ ഓപ്പണും ക്ലോസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന. പിന്നെ മെയിനായിട്ട് വരുന്ന ഭാഗമാണ് നമ്മളെ ബോണറ്റ്. അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എൻജിൻ റൂമും കൂടെ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഇത്ര ലെങ്ത് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുമ്പോൾ നോർമലി ഇതൊക്കെ വരുന്നതാണ്. എന്ന് വെച്ചാൽ മൈനർ തട്ടുമുട്ടും എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. പക്ഷേ ഈ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസോ ഡെൻറ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഓരോ സീല പേസിംഗ് ഒക്കെ നോക്കിക്കോ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റിക്കർ കാര്യങ്ങൾ, പേസിങ്ങും പഞ്ചിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണ്. അതായത് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും എല്ലാം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനമാണ് വരുന്നത്. ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻജിൻ റൂം അടക്കം വളരെ നീറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇൻറ്റീരിയറിലും നമ്മളെ റൈറ്റ് സൈഡിലെ ഡോറ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഈ സൈഡിൽ നമ്മളെ കുറച്ച് മരങ്ങൾ നിന്നുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇത് റൈറ്റ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് സൈഡിലെ ഡോറ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഒരു പേസ്റ്റിങ്ങോ പഞ്ചിങ്ങോ ഒന്നും മാറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പം ഇത് 8 പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മോൾ ഭാഗത്തെ കാര്യങ്ങളൊന്നും പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു തരത്തിലുള്ള ഡാമേജസും ഇല്ല. പിന്നെ എല്ലാം, അതായത് ഇതിൻ്റെ അകത്ത് എല്ലാ ഇലക്ട്രോണിക്സ് കാര്യങ്ങളും വർക്കിംഗ് കണ്ടീഷനാണ്. എല്ലാം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്താണ്. ഇനി മാറ്റിലേക്ക് വരുന്ന സമയത്ത് ഡബിൾ മാറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്
കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ 1,07,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ 1,07,000 കിലോമീറ്റർ. പിന്നെ ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി പോലും എടുക്കണ്ട, അത്ര ഷുവറായിട്ട് തരാൻ പറ്റും. പിന്നെ 85% എബോവ് ടയേഴ്സ് ഉണ്ട്. അതായത് 4 ടയേഴ്സ് 85% എബോവ് ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, അതായത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് നിലവിൽ അവൈലബിൾ ആണ്. അപ്പം ഇതാണ് വണ്ടിയുടെ ക്വാളിറ്റി വരുന്നത്. അതായത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അത്രയും ക്വാളിറ്റിയുള്ള നല്ലൊരു ഹൈ പ്രൊഫൈലുള്ള വണ്ടിയാണ്. ഒരു ബിസിനസ് ഫാമിലിയാണ്. അപ്പോൾ അവരുടെ മാത്രം യൂസ് ചെയ്തേക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്ര ട്രസ്റ്റബിൾ ആണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ പല വണ്ടികളും കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അത്ര ഇതായിട്ട് പറയുന്നത്. പിന്നെ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി മൊത്തം ഉണ്ട്. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ സർവീസ് ഹിസ്റ്ററി അടക്കം നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വണ്ടി കാണണമെങ്കിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ പേയ്മെൻറ്റ് അയച്ചു തരുവാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് എവിടെയാണോ കേരളത്തിൽ വേണ്ടത് അവിടേക്ക് അയച്ചു തരും. അതായത് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി കൈപ്പറ്റാവുന്നതാണ്. അപ്പം അത്തരം ക്വാളിറ്റിയുള്ള വാഹനമാണ്. 2018 രജിസ്ട്രേഷൻ വരുന്ന 4x2 ഓട്ടോമാറ്റിക്, കിലോമീറ്റർ 1,07,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 21,75,000 മാത്രമേ ഉള്ളൂ. അതും റീസണബിൾ നെഗോഷ്യബിൾ പ്രൈസാണ്. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ രീതിക്കല്ല, ചെറിയ, നമ്മൾ ഓൾറെഡി അവരോട് ചോദിച്ച് മാക്സിമം അവർക്ക് എത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരു പ്രൈസിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പം ഇത് ഈ വണ്ടിക്ക്, അതായത് വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടി, എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ, അതായത് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലത്തുള്ള വണ്ടികൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന നമ്മൾ ജസ്റ്റ് അവർ വണ്ടി കാണുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ഇതേപോലത്തുള്ള നല്ല നല്ല വണ്ടികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടിയാണ്. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത് 100% ജെന്യുവൻ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഏതൊരു ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഇത് ചെക്ക് ചെയ്ത് ഇതേ റിപ്പോർട്ട്, അതായത് നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് മാത്രമേ കിട്ടുള്ളൂ. അത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫോർച്യൂണർ നോക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് സ്വന്തമാക്കിയ നല്ല ഒരു അടിപൊളി വണ്ടി.